നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി MP ഗോവിന്ദൻ മാസ്റ്ററെ വീണ്ടും തെരഞ്ഞെടുത്തു. ആലപ്പുഴയിൽ നിന്ന് 5 പേർ സംസ്ഥാന കമ്മിറ്റിയിൽ. ആലപ്പുഴ ചേർത്തലയ്ക്കടുത്ത മുഹമ്മയിൽ വൻ അഗ്നിബാധ. കായലോരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിരുന്ന മാലിന്യ കൂമ്പാരത്തിനാണ് അർദ്ധരാത്രി തീപിടിച്ചത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 4 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആർക്കും പരിക്കില്ല. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്ക് ഏർപ്പെടുത്തിയ അക്ഷയശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു. മുഹമ്മയിൽ നടന്ന ചടങ്ങ് നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല ബ്രാഹ്മണ സമൂഹ മഠം ഹാളിലാണ് സമ്മേളനം നടന്നത്. വിശ്വകാജി മഠത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. ബൈക്ക് യാത്രക്കാരായ യുവാക്കളുടെ ബാഗിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ 2.5 കിലോ കഞ്ചാവ് കൈവശപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. എഴുപുന്ന സ്വദേശി മുഹമ്മദ് ആസിഫാണ് എക്സൈസിന്റെ പിടിയിലായത്. വാർത്തകൾ വിശദമായി. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിന് സമാപനമായി. MP ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു. ആലപ്പുഴയിൽ നിന്ന് 5 പേർ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അഡ്വക്കേറ്റ് CS സുജാത, സജി ചെറിയാൻ, R നാസർ, CB ചന്ദ്രബാബു, അഡ്വക്കേറ്റ് K പ്രസാദ് എന്നിവരാണ് ആലപ്പുഴയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കായംകുളം സ്വദേശിയായ അഡ്വക്കേറ്റ് KH ബാബുജനെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായും തെരഞ്ഞെടുത്തു. കൊല്ലത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനം സമാപിച്ചു. MP ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുത്തു. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഇതിൽ 15 പേർ പുതുമുഖങ്ങളാണ്. ആലപ്പുഴയിൽ നിന്ന് 5 പേരാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MPയുമായ അഡ്വക്കേറ്റ് CS സുജാത, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ജില്ലാ സെക്രട്ടറി R നാസർ, KSDP ചെയർമാൻ CB ചന്ദ്രബാബു, പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് എന്നിവരാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. ചേർത്തല സ്വദേശിയായ K പ്രസാദ് ആദ്യമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയിലെത്തുന്നത്. സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായി കായംകുളം സ്വദേശി KH ബാബുജാനെയും തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ചേർത്തലയ്ക്കടുത്ത് മുഹമ്മയിൽ വൻ അഗ്നിബാധ. കായലോരത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യത്തിന് അർദ്ധരാത്രിക്ക് ശേഷം തീപിടിച്ചു. ആലപ്പുഴയിൽ നിന്നും ചേർത്തലയിൽ നിന്നും 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 4 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആശങ്കയിൽ നാട്ടുകാർ. ആർക്കും പരിക്കില്ല. മുഹമ്മ പഞ്ചായത്ത് 3-ാം വാർഡിൽ കായിപ്പുറം പൂജവെളി ഭാഗത്ത് കായലോര മേഖലയിൽ കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. ശനിയാഴ്ച രാത്രി 11-ന് ശേഷമാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മാലിന്യം കൂട്ടിയിട്ടിരുന്നത്. ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമായി 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 4 മണിക്കൂറിലേറെ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആർക്കും പരിക്കില്ല. ഫയർഫോഴ്സ് ചേർത്തല സ്റ്റേഷൻ ഓഫീസർ PV പ്രേംനാഥ് ചേരുന്നു. ഈ നമ്മൾ ബ്രഹ്മപുരത്ത് കണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടി തീ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മേളുടെ വെള്ളമൊഴിച്ചാൽ കെട്ടുപോകില്ല. പിന്നെ നമ്മൾ അവരുടെ ഈ ഉടമസ്ഥന്റെ സപ്പോർട്ടോടുകൂടി ഒരു JCB വിളിക്കുകയും JCB വിളിച്ചിട്ട് അത് മറിച്ചിട്ടുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് വെള്ളവും ഫോമും ഉപയോഗിച്ച് കെടുത്തിയത്. അപ്പൊ അതില് നമ്മള് ചേർത്തലയിൽ നിന്ന് 2 വണ്ടിയും പിന്നെ ഒരു കായലിൽ നമ്മൾ വെള്ളം തികയാതെ വന്നപ്പോൾ കായലിൽ ഒരു പോർട്ടബിൾ പമ്പും വെച്ചു. പിന്നെ ആലപ്പുഴയിൽ നിന്ന് നമുക്ക് 2 യൂണിറ്റ് എത്തി സപ്പോർട്ടിനായിട്ട്. അപ്പൊ അങ്ങനെ ഏകദേശം ഒരു രാവിലെ 3:30 വരെ നമ്മൾ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാം മറിച്ച് കെടുത്തിയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇതിന് ചെറിയ പുകയുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് JCB വെച്ച് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പൊ ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ആ വ്യക്തി എവിടുന്നാ പറഞ്ഞത്, അവിടുന്ന് എന്തോ ഒരു കോൺട്രാക്ട് ചെയ്താണ്. അതിലെന്തോ തടസ്സങ്ങളൊക്കെ ഉണ്ടായി, അതുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പൊ അതില് തീ പിടിച്ചാണ്. എങ്ങനെയാ തീ പിടിച്ചെന്നറിയില്ല. നല്ല ഡംപിങ് ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ പ്ലാസ്റ്റിക് എത്തുന്ന പുക ശരിക്കും പരന്നിരുന്നില്ല. അടുത്തും ഇല്ല, മറ്റു അപകടങ്ങളൊന്നും ഇല്ല. അതായത് ചുറ്റുവട്ടത്ത് ചേർന്ന് വീടുകളോ അങ്ങനെയൊന്നും ഇല്ല. കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് പുക നല്ല രീതിയിൽ ഉയർന്നിരുന്നു. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്കായി ഏർപ്പെടുത്തിയ അക്ഷയശ്രീ കർഷക പുരസ്കാരം വിതരണം ചെയ്തു. മുഹമ്മയിൽ നടന്ന ചടങ്ങിൽ നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സരോജിനി ദാമോദർ ഫൗണ്ടേഷന്റെ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്ക് ഏർപ്പെടുത്തിയ അക്ഷയശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു. മുഹമ്മ ഗൗരിനന്ദന ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജൈവ കർഷകന്റെ മകൻ പോലും
ജൈവ കർഷകന്റെ മകൻ പോലും ഇന്ന് കേരളത്തിന്റെ ഒരു ജയിലിലുമില്ല എന്നുള്ളതാണ് ജൈവ കർഷകന്റെ ഒരു മഹത്വം. ഒരു ജൈവ കർഷകന്റെ വീട്ടിലെ വൃദ്ധന്മാർ ഒരാളും അനാഥകളില്ല എന്നുള്ളതാണ് ജൈവ കർഷകന്റെ മഹത്വം. കൃഷി എന്ന വാക്കിന്റെ അർത്ഥം, കൃ എന്ന സംസ്കൃത ധാതുവിന്റെ അർത്ഥം കർമ്മം എന്നും, ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി എന്നുമാണ്. അപ്പൊ സന്യാസിയുടെ കർമ്മമാണ് കൃഷി, സന്യാസിയുടെ കർമ്മം എന്ന് പറഞ്ഞാൽ ധ്യാനമാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെ ചെറുക്കാൻ ജൈവ കൃഷി വ്യാപനം അനിവാര്യമാണെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു. വയലും വായനശാലയും പുതുതലമുറയ്ക്ക് അന്യമാകുന്ന കാഴ്ചയാണ് എവിടെയും കാണുന്നത്. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകാനും സമൂഹത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കാനും SD ഷിബുലാലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ജൈവ കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് ഇൻഫോസിസ് സഹസ്ഥാപകൻ SD ഷിബുലാൽ പറഞ്ഞു. അവാർഡ് ലഭിക്കുന്ന ജൈവ കർഷകർ ജൈവ കൃഷിയുടെ പ്രചാരകരായി മാറണം. കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരണം. ജൈവ കൃഷിയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. സമൂഹത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന യജ്ഞത്തിൽ അവാർഡ് ജേതാക്കൾ മുന്നിൽ നിൽക്കണമെന്നും പറഞ്ഞു. ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി കുമാരി ഷിബുലാൽ അധ്യക്ഷത വഹിച്ചു. അക്ഷയശ്രീ സംസ്ഥാന അവാർഡിന് അർഹരായ മലപ്പുറം സ്വദേശിനി സുഷമയ്ക്കും ജില്ലാതല അവാർഡുകൾക്ക് അർഹരായവർക്കും വേദിയിൽ ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും അനൂപ് ചന്ദ്രൻ വിതരണം ചെയ്തു. സംസ്ഥാനതല അവാർഡ് ജേതാവിന് 2 ലക്ഷം രൂപ, ഉപഹാരം, സർട്ടിഫിക്കറ്റ് എന്നിവയും ജില്ലാതല അവാർഡ് ജേതാക്കൾക്ക് 50,000 രൂപ വീതവുമാണ് നൽകിയത്. ഓട്ടിസം പോലെ ഒട്ടനേകം രോഗങ്ങൾക്ക് പരിഹാരമാണ് ജൈവ പച്ചക്കറി എന്ന് KV ദയാൽ പറഞ്ഞു. ജൈവകൃഷിയുടെ പ്രോത്സാഹനത്തിന് പഞ്ചായത്തിനുൾപ്പെടെ സഹായം നൽകുന്ന സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജിയും പറഞ്ഞു. ഫൗണ്ടേഷൻ ട്രസ്റ്റി S രാമാനന്ദ്, ഡോക്ടർ KN ജയചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഹിന്ദു ഐക്യവേദിയുടെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല ബ്രാഹ്മണ സമൂഹ മഠം ഹാളിലാണ് സമ്മേളനം നടന്നത്. മുഹമ്മ വിശ്വകാജി മഠത്തിലെ സ്വാമി പ്രബോധ് തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തല ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ നടന്ന സമ്മേളനം മുഹമ്മ വിശ്വകാജി മഠം പ്രബോധാനന്ദ തീർത്ഥ മുഹമ്മ വിശ്വകാജി മഠം ഉദ്ഘാടനം ചെയ്തു. മതപരമായ പഠനം ആവശ്യമാണ് എന്നൊരു രീതിയിലാണ് മറ്റ് മതങ്ങൾക്ക് അവരുടെ മതങ്ങളെക്കുറിച്ച് അധ്യയനം ചെയ്യാനുള്ള സാഹചര്യമുണ്ട്, ഹൈന്ദവ സമാജത്തിന് വേണമെന്നൊരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ താഴെയിൽ ഇങ്ങനെ കുറേ കമൻറ്റുകൾ കണ്ടു. ആ കമൻറ്റിൽ ഒരു കമൻറ്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മതപരമായ പഠനം എന്നതല്ല ഇന്നത്തെ കാലത്ത് മുഖ്യമായ ആവശ്യം, മറിച്ച് ഹിന്ദുക്കളെ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ മറ്റ് ഭൗതികമായ മേഖലയിലുള്ള വളർച്ചയ്ക്കും വേണ്ടി അതിനുള്ള വഴി ഒരുക്കലാണ് വേണ്ടത് എന്ന രീതിയിലുള്ള കുറേ കമൻറ്റുകളും കണ്ടു. അപ്പോൾ ആ കമൻറ്റുകളൊക്കെ നോക്കിയ സമയത്ത് എൻ്റെ ഉള്ളിൽ തോന്നിയ കാര്യം, അതായത് ഒരു സമാജത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ സർവ്വതോന്മുഖമായ വികാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷിമാർ പറയും ശ്രേയസ്സും പ്രേയസ്സും. ഭൗതികമായ വളർച്ച, ആധ്യാത്മികമായ വളർച്ച, ഇതിനെ രണ്ടിനും ചേർത്തിട്ടാണ് സർവ്വതോന്മുഖമായ വികാസം എന്ന് പറയുന്നത്. കേവലം ആധ്യാത്മികമായി മതപരമായി മാത്രം ഒതുങ്ങി നിന്നാൽ അത് സർവ്വതോന്മുഖമായ വികാസമാകുന്നില്ല. കേവലം ഭൗതികമായ വളർച്ച മാത്രമാണെങ്കിലും അത് സർവ്വതോന്മുഖമായ വികാസമാകുന്നില്ല. അപ്പം പരിപൂർണമായ വികാസത്തിൻ്റെ, ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ പ്രകാരത്തിനുമുള്ള ഒരു സമാജത്തിൻ്റെ പരിപൂർണ വികാസത്തിൻ്റെ ഹേതു എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഹേതു എന്ന് പറയുന്നത് ഐക്യമാണ്. ഐക്യത്തിലൂടെ എല്ലാ പ്രകാരത്തിലുള്ള വികാസങ്ങളും സമാജത്തിൽ വന്നു ചേരും, അത് നിസ്സംശയമാണ്. ജില്ലാ പ്രസിഡന്റ് N രാധാകൃഷ്ണ പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് RV ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന രക്ഷാധികാരി അഡ്വക്കേറ്റ് V പത്മനാഭൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസത്ത്, മഹിളാ ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദീപ ഉണ്ണികൃഷ്ണൻ, മഹിളാ ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് അംബിക പണിക്കർ, സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് N രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി M പ്രഗൽഭൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ സ്വാഗതം ആശംസിച്ചു. ജില്ലാ ട്രഷറർ ഹരിഹരൻ പിള്ള നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. ബൈക്ക് യാത്രക്കാരായ യുവാക്കളുടെ ബാഗിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ 2.5 കിലോ കഞ്ചാവ് കൈവശപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. എഴുപുന്ന സ്വദേശിയായ മുഹമ്മദ് ആസിഫാണ് എക്സൈസിന്റെ പിടിയിലായത്. എരമല്ലൂർ ജംഗ്ഷന് സമീപത്ത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. ബൈക്കിൽ പോവുകയായിരുന്ന 2 പേരുടെ ബാഗിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് അടങ്ങിയ പൊതി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പിന്നാലെ സ്കൂട്ടറിൽ വന്ന ആസിഫ് റോഡിൽ കിടന്ന കഞ്ചാവ് പൊതി കൈക്കലാക്കി. വീണ് കിട്ടുകയും ബൈക്കിൽ വന്നയാൾ കഞ്ചാവ് തിരികെ ആവശ്യപ്പെട്ടെത്തിയപ്പോൾ പോലീസിനെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഓടിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ എക്സൈസ് സൈബർ സെല്ലിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആസിഫിനെ പിടികൂടിയത്. എക്സൈസ് സ്ക്വാഡ് CI മഹേശം, PO സാബു, മധു, ഓംകാർനാഥ്, റിനി, CEO ജോൺസൺ,
അൻഷാദ് BA, പ്രമോദ് V, ജീന, ഭാഗ്യനാഥ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്. ടൈം ന്യൂസ്, ചേർത്തല. FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാചരണത്തിൻ്റെ ഭാഗമായി സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചു. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിലാണ് സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചത്. FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ സ്ട്രീറ്റ് സംഘടിപ്പിച്ചു. സാർവദേശീയ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് സോഷ്യൽ സ്ട്രീറ്റ് ഒരുക്കിയത്. സ്ത്രീപക്ഷ നവകേരളം മാറണം സാമൂഹിക അവബോധം എന്ന മുദ്രാവാക്യം ഉയർത്തി ആലപ്പുഴ EMS സ്റ്റേഡിയത്തിലാണ് പരിപാടി ഒരുക്കിയത്. പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇങ്ങനെയായിരുന്നില്ല കേരള സമൂഹത്തിൽ ഉയർന്ന കുലത്തിൽ ജനിച്ചവരെന്ന് വിശേഷിപ്പിക്കുന്ന അന്തർജനങ്ങളായിരുന്ന സ്ത്രീകളാവട്ടെ, അല്ലെങ്കിൽ ആ കാലത്ത് താഴ്ന്ന കുലജാതരെന്ന് മുദ്രകുത്തപ്പെട്ട, അന്നത്തെ അധസ്ഥിത വർഗം എന്നൊക്കെ മുദ്രകുത്തപ്പെട്ട പാവപ്പെട്ട കർഷക തൊഴിലാളികളായിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ള പാവപ്പെട്ട ആ കാലത്തെ സ്ത്രീകളാവട്ടെ, അവർ ഒരേ വിവേചനമാണ്. ഒരു കൂട്ടർ മറക്കുട പിടിച്ച് ഇറങ്ങേണ്ടി വരുന്നു, ഒരു കൂട്ടർക്ക് തീണ്ടാപ്പാട് അകലെ നിൽക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ഉച്ചത്തിൽ തൻ്റെ കുഞ്ഞിനെ ഉച്ചത്തിൽ വേണ്ട പാട്ട് പാടി ഒന്ന് ഉറക്കാൻ പോലും, താരാട്ട് പാട്ട് പാടി ഉറക്കാൻ പോലും കഴിയാതിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇപ്പോഴത്തെ കുട്ടികൾ ചരിത്രം വായിച്ച് മനസ്സിലാക്കുക എന്നല്ലാതെ ഒരു പറഞ്ഞ് ബോധ്യപ്പെടാൻ പ്രയാസമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അത്തരം ഇരുണ്ട ഒരു ഭൂതകാലത്ത് നിന്നാണ് ഒറ്റയടിക്കല്ല പതുക്കെ വന്നാണ് ആദ്യം ഭൂമിക്ക് ഉടമകളാക്കി നമ്മുടെ മുൻ തലമുറയെ മാറ്റി അല്ലേ. FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C സിലീഷ് സ്വാഗതം പറഞ്ഞു. PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജിത മുഖ്യ പ്രഭാഷണം നടത്തി. വനിതാ സബ് കമ്മിറ്റി കൺവീനർ L മായ നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല താലൂക്ക് NSS വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ ദിനം ആചരിച്ചു. എറണാകുളം ഗവൺമെൻറ് ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല താലൂക്ക് NSS വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സമുചിതമായി ആചരിച്ചു. താലൂക്ക് NSS യൂണിയൻ ഹാളിൽ ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു M നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ദിനത്തിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ആ ഒരു വർഷം മുഴുവനും തന്നെ പ്രയത്നിക്കണം. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ സമത്വം, ശാക്തീകരണം, ഇതെല്ലാം നമ്മൾക്ക് വേണം. അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമല്ല. ഈ ഒരു വനിതാ ദിനം കൊണ്ട് നമുക്ക് ഒരിക്കലും അത് സാധിക്കുകയില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തപ്പോൾ അതിൽ വളരെയധികം പ്രൊവിഷനുകൾ, ആർട്ടിക്കിളുകൾ സ്ത്രീകളുടെ സമത്വത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ഫ്രെയിമേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സൃഷ്ടാക്കൾക്ക് അന്ന് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഫോം ചെയ്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തു. 1950 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി. അന്ന് മുതൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നമുക്ക് സമത്വം കിട്ടുന്നില്ല? അതാരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് സമത്വം കിട്ടണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കണം. അവരവർ പ്രയത്നിച്ചാൽ മാത്രമേ സമത്വം കിട്ടുള്ളൂ. അല്ലാണ്ട് വേറൊരാൾ നമുക്ക് വേണ്ടി ഇത് കൊണ്ടുതരണം എന്ന് പറഞ്ഞ് നമ്മൾ അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സമത്വം കിട്ടില്ല. ചേർത്തല താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭരണിക്കാവ് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് ചീഫ് മെഡിക്കൽ ഓഫീസർ സ്മിത M നായർ വനിതാ ദിന സന്ദേശം നൽകി. വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ V രാജാമണിയമ്മ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഭാരതീയ സ്ത്രീ സങ്കല്പങ്ങൾ അപ്പാടെ തിരുത്തിയെഴുതിക്കൊണ്ടിരിക്കുന്ന അത്യാധുനിക കാലഘട്ടത്തിൽ വനിതാ ദിനത്തിന്റെ പ്രസക്തി മുൻനിർത്തി നടത്തിയ പരിപാടിയിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS നായക സഭാംഗവുമായ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ, NSS യൂണിയൻ സെക്രട്ടറി S ജയകൃഷ്ണൻ, NSS ഇൻസ്പെക്ടർ നിഖിൽ വേണു, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, യൂണിയൻ പ്രതിനിധി സഭാംഗങ്ങൾ, വനിതാ യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ, കോർഡിനേറ്റർമാർ, വനിതാ സമാജം അംഗങ്ങൾ, വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി ആശാ സന്തോഷ് സ്വാഗതവും വനിതാ യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശോഭ മനോഹർ കൃതജ്ഞതയും രേഖപ്പെടുത്തി. മീഡിയ, ചേർത്തല. SL ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. അരൂർ MLA ദലീമ ജോജയാണ് ഉദ്ഘാടനം ചെയ്തത്. SL ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. അരൂർ MLA ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മുന്നില് നമുക്ക് വേണ്ടി അനവധി പീഡകളേറ്റ് നമ്മളിൽ നിന്നും മറഞ്ഞുപോയ കുറേ പേര് അവരുടെ അവകാശങ്ങൾ, നമ്മുടെ ഇന്നത്തെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ കാട്ടിയ മാതൃകകളാണ് നമ്മൾ ഇന്ന് ഈ കസേരയിൽ നമുക്കിരിക്കാൻ പോലും അവസരമുണ്ടായി. ഒന്നു കണ്ട മാത്രയിൽ
മോചിത സ്ത്രീ പഠന കേന്ദ്രത്തിന്റെയും നബാർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വനിതാ ദിനാചരണം ഒരുക്കിയത്. മോചിത ചെയർപേഴ്സൺ എസ് ഉഷ അധ്യക്ഷയായി. മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായി മുഖ്യപ്രഭാഷണം നടത്തി. വി കെ സോണി, ടി ഗീത, മേബിൾ ജോൺകുട്ടി, അഡ്വക്കേറ്റ് എ കെ രാജശ്രീ, സുവർണകുമാരി, വത്സമ്മ എബ്രഹാം, രമണി ശ്രീധരൻ, എം പി മനോഹരി, മായ വേണുഗോപാൽ, ഷർമിള സെൽവരാജ് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. വനിതാ ദിനത്തോടനുബന്ധിച്ച് കായംകുളത്ത് വനിതാ കൂട്ടായ്മയും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചു. കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കോർവ കായംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കായംകുളം മുത്തൂറ്റ് കോംപ്ലക്സിൽ നടന്ന പരിപാടി ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനത്തിൽ കോർവയുടെ ആഭിമുഖ്യത്തിൽ ഇന്നൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. ലഹരി മുക്ത കേരളം. അതിൻ്റെ ഒരു തുടക്കം കായംകുളത്തിൻ്റെ ചെറിയ ഈ ഭാഗത്തു നിന്ന് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ വിപുലമായ ഒരു മീറ്റിങ്ങും അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു വൻ പ്രചരണം നമ്മുടെ കായംകുളത്ത് നിന്ന് ആരംഭിക്കുകയാണ്. അതിന് ഈ നാട്ടിലെ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷനുകൾ, പേരൻസ്, അധ്യാപക സംഘടനകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ കായംകുളം എന്ന് പറയുന്ന ആ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ലഹരി മുക്തമാക്കുക, ലഹരി ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ടിറങ്ങുന്നത്. അതിന് നമ്മൾ ഈ മാർച്ച് 23-ാം തീയതി നമ്മളൊരു കൺവെൻഷൻ, ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് 3 മണിക്ക് TJ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ്. അതിന് ഈ കായംകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരെയും കൂടെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മളത് തുടങ്ങുന്നത്. കായംകുളം മുനിസിപ്പൽ ജംഗ്ഷനിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന ഹോംഗാർഡ് സൂസമ്മയെ പോലീസ് ഡിപ്പാർട്ട്മെന്റും കായംകുളം ഭീമ ജ്വല്ലറിയും പ്രത്യേകമായി ആദരിച്ചു. കോർവ മേഖലാ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ വിഭാഗം പ്രസിഡന്റ് CS സുനിത സ്വാഗതം പറഞ്ഞു. സലജ സുരേഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സെക്രട്ടറി KV വസന്തരാജൻ, ട്രഷറർ അബ്ദുൽ സത്താർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മനോഹരൻ വാത്തിശ്ശേരിൽ, അബ്ദുൽ ലത്തീഫ്, ഷംസുദ്ദീൻ, സുരേന്ദ്രൻ കണിമംഗലം, ഹക്കീം മാളിക്കൽ, PS ബേബി, അഷ്റഫ് പായിക്കാട്, MAK ആസാദ്, ഭദ്രൻ, നസീമ, ഭാമിനി, സൗരഭൻ, കുൽസുമ, ഓമന തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്താണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. മുൻ റോട്ടറി ഗവർണർ K ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ K ബാബുമോൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഓഫീസർമാർക്കും എക്സൈസ് ഓഫീസർമാർക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പലപ്പോഴും ലഹരിക്ക് അടിമയായവരുടെ അതിക്രമങ്ങൾ കണ്ട് കുടുംബമായി ജീവിക്കുന്ന അവർക്ക് ഒരു ഭയപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒത്തൊരുമിച്ച് നിന്നാൽ, ഈ സമൂഹം ഒത്തൊരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് റോട്ടറി ഇന്റർനാഷണൽ കേരളത്തിലെമ്പാടും ശക്തമായ രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല മേഖലകളിലും ഇന്ന് റോട്ടറി ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോ പൗരന്മാരുടെയും അവകാശമാണ്. ഒരു പൗരൻ നന്നായാൽ ആ കുടുംബം നന്നാകും, ആ സമൂഹം നന്നാകും, അതുവഴി ലോകം നന്നാകും. ചേർത്തല പ്രസ് ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ചേർത്തലയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. റോട്ടറി ക്ലബ് ചേർത്തല പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം അധ്യക്ഷത വഹിച്ചു. ചേർത്തല പോലീസ് സ്റ്റേഷൻ ഓഫീസർ G അരുൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എന്റെ ജീവിതത്തിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയ പദാർത്ഥങ്ങൾക്ക് ഒരിക്കലും അടിമപ്പെടുകയില്ല. എന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സമൂഹത്തെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ നിന്ന് പ്രതിരോധിക്കും. മയക്കുമരുന്ന് റോട്ടറി ക്ലബ് ഭാരവാഹികളായ PK ധനേശൻ പുഴിക്കൽ, ഡോക്ടർ K ശൈലമ്മ, ഡോക്ടർ V ശ്രീദേവൻ, വിനോദ് മൈത്ര, ബിനു ജോൺ, ഓമന ജോസഫ്, ഇന്റർവീൽ ക്ലബ് പ്രസിഡന്റ് ദേവി പ്രഭ, പ്രസ് ക്ലബ് ഭാരവാഹികളായ P ദിലീപ്, PP രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു.
ടൈം ന്യൂസ് ചേർത്തല. തണ്ണീർമുക്കം കട്ടച്ചിറയിൽ സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് ഭവന്റെ ഉദ്ഘാടനം നടന്നു. മോൺസിഞ്ഞോർ മാത്യു മങ്കിഴിക്കരി അനുസ്മരണവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് ഭവന്റെ ഉദ്ഘാടനവും മോൺ മാത്യു മങ്കുഴക്കരി അനുസ്മരണവും കട്ടച്ചിറ മങ്കുഴക്കരിയിൽ നടന്നു. മദർ ടെറസിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആൻഡോ ചേരാന്തുരുത്ത് അധ്യക്ഷത വഹിച്ചു. ഫാദർ സണ്ണി, ഫാദർ ജോയി പ്ലാക്കൽ, മദർ ലിൻസി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല, ഷാജിമോൻ മങ്കുഴിക്കരി, എം വി ചാക്കോ, തോമസ് വർഗീസ്, സിസ്റ്റർ ആഷ്ലി തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മതേതരത്വം എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ഒരുക്കിയത്. ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സെമിനാർ സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്ക് NSS യൂണിയൻ ഹാളിൽ നടന്ന താലൂക്ക് സെമിനാർ ഡോക്ടർ VN ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്വാൻ K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം മാലൂർ ശ്രീധരൻ സമ്മാന സമർപ്പണം നടത്തി. PV ദിനേശൻ, NT ഭാസ്കരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മിനി രമേശൻ കൃതജ്ഞതയും നന്ദകുമാർ KP സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല വാരനാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികവും വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും നടന്നു. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാരനാട് HWLP സ്കൂൾ വാർഷികാഘോഷവും വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. അതൊരു ആധുനിക കാലത്തെ ലോകം സ്വീകരിക്കുന്ന പഠന രീതിയാണ്. ആ രീതിയിലേക്കായിരിക്കണം കുഞ്ഞുങ്ങളെ എത്തിക്കേണ്ടത്. പഠനം അവർക്കൊരു ബുദ്ധിമുട്ടായി തീരാൻ പാടില്ല. പഠനം ഒരു ബാലികേറാമലയായി തീരാൻ പാടില്ല. പഠനത്തോട് കുഞ്ഞിന് ഒരിക്കലും ഒരു വിരക്തി തോന്നാൻ പാടില്ല. സ്കൂളിൽ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ഒരു വല്ലാത്ത പ്രയാസമാണെന്ന് ആ കുഞ്ഞിന്റെ മനസ്സിൽ ഒരിക്കൽ പോലും തോന്നാൻ പാടില്ല. കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, വീട്ടിൽ വരുമ്പോൾ കളിക്കാൻ പറ്റുന്നു, ഓടാൻ പറ്റുന്നു, ചാടാൻ പറ്റുന്നു, അങ്ങനെ അത്തരം കളികളിലൊക്കെ ഏർപ്പെടാൻ ഈ പ്രായത്തിൽ ബാല്യത്തിൽ കുഞ്ഞിന് ഭയങ്കരമായ താല്പര്യം. ഈ താല്പര്യത്തെ നമ്മൾ ഇല്ലാണ്ടാക്കിയിട്ട് പഠിക്കൂ എന്ന് പറഞ്ഞല്ല, ആ താല്പര്യത്തിനൊപ്പം നിന്ന് പഠിക്കാൻ പറ്റുന്ന രീതികൾ കണ്ടെത്തുക എന്നതാണ്. വാർഡ് മെമ്പർ പ്രവീൺ ജി പണിക്കർ അധ്യക്ഷത വഹിച്ചു. HMS ഉഷ, PTA പ്രസിഡന്റ് M പ്രശാന്ത്, സീനിയർ അധ്യാപിക R വീണ, തങ്കച്ചൻ തോട്ടങ്കര, അരുൺദാസ്, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ബോട്ട് സർവീസിൽ വിനോദസഞ്ചാരികളുടെ ചിത്രരചന. മുഹമ്മ മണിയാപറമ്പ് ബോട്ട് സർവീസിലാണ് ഫ്രാൻസിൽ നിന്നെത്തിയ വിദേശ വിനോദസഞ്ചാരികൾ ചിത്രരചന നടത്തിയത്. ഫ്രാൻസ് വിനോദസഞ്ചാരികൾക്ക് ചിത്രരചനയ്ക്ക് പ്രിയങ്കരമായി മണിയാപറമ്പ് ബോട്ട് സർവീസ്. സംസ്ഥാന ജലഗതാഗത വകുപ്പ് മുഹമ്മ സ്റ്റേഷനിലെ മണിയാപറമ്പ് ബോട്ട് സർവീസിൽ ചിത്രരചനയ്ക്ക് പ്രിയമായി ഫ്രാൻസ് വിനോദസഞ്ചാരികൾ. മുഹമ്മയിൽ നിന്നും രാവിലെ 11:30 മണിയാപറമ്പ് സർവീസ് നടത്തിയ S55 നമ്പർ ബോട്ടിലാണ് ചിത്രരചനയ്ക്ക് അധികൃതർ സൗകര്യമൊരുക്കി കൊടുത്തത്. 1 മണിക്കൂർ കൊണ്ട് 25-ൽ പരം ചിത്രങ്ങളാണ് ഫ്രാൻസിൽ നിന്നും എത്തിയ കലാകാരന്മാർ വരച്ചു തീർത്തത്. അന്ന, സാന്ദ്ര, യവലിൻ, ബ്രിജിറ്റോ എന്നിവരാണ് ചിത്രങ്ങൾ വരച്ചത്. കുറഞ്ഞ ചെലവിൽ കായൽ സൗന്ദര്യം ആസ്വദിച്ച് ചിത്രരചനയ്ക്ക് അവസരമൊരുക്കിയ കേരള സംസ്ഥാന സർക്കാരിനെയും ജലഗതാഗത വകുപ്പിനെയും ഫ്രാൻസ് വിനോദസഞ്ചാരികൾ അഭിനന്ദിച്ചു. ബോട്ടിലെ ജീവനക്കാരായ ബോട്ട് മാസ്റ്റർ സുബാബു, സ്രാങ്ക്, ആദർശ് കുപ്പപ്പുറം, ഡ്രൈവർ രാധാകൃഷ്ണൻ, ലാസ്കർമാരായ അനൂപ് ചീപ്പുങ്കൽ, LC പ്രമോദ് എന്നിവർ വിനോദസഞ്ചാരികൾക്ക് അവസരമൊരുക്കി കൊടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ മാസ്റ്ററെ വീണ്ടും തെരഞ്ഞെടുത്തു. ആലപ്പുഴയിൽ നിന്ന് 5 പേർ സംസ്ഥാന കമ്മിറ്റിയിൽ. ആലപ്പുഴ ചേർത്തലയ്ക്കടുത്ത മുഹമ്മയിൽ വൻ അഗ്നിബാധ. കായലോരത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ കൂട്ടിയിരുന്ന മാലിന്യ കൂമ്പാരത്തിനാണ് അർദ്ധരാത്രി തീപിടിച്ചത്. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 4 മണിക്കൂർ പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആർക്കും പരിക്കില്ല. സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകർക്ക് ഏർപ്പെടുത്തിയ അക്ഷയശ്രീ അവാർഡുകൾ വിതരണം ചെയ്തു. മുഹമ്മയിൽ നടന്ന ചടങ്ങ് നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർത്തലയിൽ നടന്നു. ചേർത്തല ബ്രാഹ്മണ സമൂഹ മഠം ഹാളിലാണ് സമ്മേളനം നടന്നത്. വിശ്വകാജി മഠത്തിലെ സ്വാമി പ്രബോധ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. ബൈക്ക് യാത്രക്കാരായ യുവാക്കളുടെ ബാഗിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ 2.5 കിലോ കഞ്ചാവ് കൈവശപ്പെടുത്തിയ യുവാവ് അറസ്റ്റിൽ. എഴുപുന്ന സ്വദേശി മുഹമ്മദ് ആസിഫാണ് എക്സൈസിൻ്റെ പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.